തൃശ്ശൂരിൽ നിന്നുള്ള യാത്രാമധ്യേ വളരെ അവിചാരിതമായിട്ടാണ് മംഗല ഡാം എന്നുള്ള ആ ഒരു ഡാമിനെ കുറിച്ചിട്ടുള്ള ബോർഡ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നേരെ മംഗല ഡാമിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെയാണ് സമയം. എന്തായാലും ഡാമിലേക്ക് വെച്ച് പിടിച്ചു. ഡാമിലെത്തി. അതായത് ഡാമിൻ്റെ ഒരു ഗാർഡനും അതേപോലെ മറ്റു സംഭവങ്ങളും റിസർവോയറും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഒറ്റ സ്പോട്ടാണ്. അപ്പോൾ നേരെ വന്നു. ഒരു ചെറിയ ടിക്കറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ്. വാഹനം പാർക്ക് ചെയ്യുന്നതിന് 2 വീലറൊക്കെ ആണെങ്കിൽ വെറും 10 രൂപയ്ക്ക് നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ആ തരത്തിലൊരു നല്ല ഒരു പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇടതുഭാഗത്ത് കണ്ട ആ ഒരു ബിൽഡിംഗ്, അത് ടോയ്ലറ്റ് മറ്റു ചെറിയ സംവിധാനങ്ങളൊക്കെയാണ്. ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പുൽത്തകിടി കാണാം. നമ്മളിങ്ങനെ കാണുന്ന ഭാഗത്തു നിന്ന് തന്നെ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് നമുക്ക് പോകാനായിട്ട് പറ്റും. ഒരു റൗണ്ട് ഷേപ്പിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു മെയിൻ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്കറ്റ് ഇൻസ്പെക്ഷൻ ചെറിയൊരു കൗണ്ടർ ഉണ്ട്. ഇവിടെ നമ്മൾ കയ്യിലുള്ള ടിക്കറ്റ് നേരത്തെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് തന്ന ആ ഒരു ടിക്കറ്റ് ഇവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന വലത് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് നേരെ ഡാമിൻ്റെ ഷട്ടറൊക്കെയുള്ള ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ അധികം ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളതും കാണാൻ പറ്റും. എർത്ത് ഡാം ഇടത് ഭാഗത്താണ്. കഫ്റ്റേരിയ ഉണ്ട്, വാക്ക് വേ, ഡാം ഷട്ടർ, കിഡ്സ് പ്ലേ സ്റ്റേഷൻ, അഡ്വഞ്ചർ പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഐസ്ക്രീം പാർലർ മാത്രമേ അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അതും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വേറെ പുതിയ സംവിധാനങ്ങളൊന്നുമില്ല. നിലവിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ആസ്വദിക്കാനാവുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇടത് ഭാഗത്തേക്ക് നടന്നു. ഇടത് ഭാഗത്ത് നമ്മൾ ഈ കാണുന്നത് എർത്ത് ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവോയറാണ്. അപ്പോൾ ഈ ഇടത് ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ എർത്ത് ഡാം. അതായത് ഡാമിൻ്റെ മണ്ണിട്ട് നികത്തിയിട്ടുള്ള, അതിന് മുകളിൽ പ്രത്യേക സംവിധാനങ്ങളോടെ പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഒരു ഡാം ഫെസിലിറ്റി, അതാണ് എർത്ത് ഡാം എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന നീളമുള്ള ഒരു പ്രദേശം, അല്ലെങ്കിൽ ഒത്തിരി വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. പൊതുവെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കാര്യമായിട്ട് അവിടെ ഒരു സംരക്ഷണം എന്ന് പറയുന്ന സംഗതി ഒന്നും ഇല്ല എന്നുള്ളതാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. കാട് പിടിച്ച് കിടക്കുന്നു പൊതുവെ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അല്പദൂരം മുന്നോട്ട് പോകാം. ആ ഒരു ഏരിയയിൽ പോകാം. അവിടെ 1-2 ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു വാക്ക് വേ വഴി മുന്നോട്ട് പോകാൻ കേട്ടോ.